ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരുന്നു ഞങ്ങളുടെ മാരേജ് വന്നിട്ട് വെട്ടുകാട് ചർച്ചിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈം ഈവനിങ് 3 മണിക്കായിരുന്നു മാരേജ്. അപ്പോൾ ആ ഒരു മാരേജ് കഴിഞ്ഞ് അവിടുത്തെ ഈവനിങ് റിസപ്ഷനും ഒക്കെ കഴിഞ്ഞ് നൈറ്റാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ പപ്പയും അമ്മയും കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് മെഴുകുതിരിയും അതുപോലെ തന്നെ ജപമാലയും ബൈബിളും ഒക്കെ ഇതുപോലെ കയ്യിൽ തന്നു. അങ്ങനെ ആദ്യം മെഴുകുതിരി തന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈബിൾ തന്നു. അത് കഴിഞ്ഞിട്ട് ജപമാല ഇട്ടുതരാൻ വേണ്ടി നോക്കി, പക്ഷേ തലയിൽ കൂടെ കയറാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അതെല്ലാം വാങ്ങിച്ചിട്ട് പപ്പയും അമ്മയും കുരിശൊക്കെ വരച്ചതിന് ശേഷം ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ രണ്ടുപേർക്കും ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആ ഡ്രസ്സ് ഇട്ടിട്ട് റൈറ്റ് കാല് വെച്ച് കയറണോ ലെഫ്റ്റ് കാല് വെച്ച് കയറണോ? അപ്പോൾ റൈറ്റ് കാലോട്ട് കയറാം എന്നുള്ളതാണല്ലോ നോർമൽ എല്ലാവരും പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ഇനി ചെരുപ്പ് ഊരണ്ടേ, അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെരുപ്പ് ഇട്ടിട്ടാണ് കയറിയത്. എന്നിട്ട് അവിടെ ഈ ഒരു സൈഡിൽ ഊരിയിട്ടിട്ട് മെഴുകുതിരി കൊണ്ട് നേരെ അവിടെ അകത്ത് കയറി. അപ്പോൾ ഓൾറെഡി അവിടെ ഫാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് അണയോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ അണയാതെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി സൂക്ഷിച്ച് നേരെ അവിടെ നിന്ന് നടന്ന് നമ്മുടെ ഫ്രണ്ടിൽ പടവും നമ്മുടെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയും ബൈബിളും മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചില ദിവസങ്ങൾ ഞങ്ങൾ ഈവനിങ് പ്രെയർ ഇവിടെ ആയിരിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രെയർ റൂമായിട്ട് തന്നെ സെപ്പറേറ്റ് ഉണ്ട്, ചിലപ്പോൾ അവിടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നേരെ ഈ മെഴുകുതിരി കൊണ്ടുവന്ന് അവിടെ അണയ്ക്കണോ വേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഞാനതാണ് കുറേ നേരം ഇത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ അവിടെ ഫ്രണ്ടിൽ തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോയും ബൈബിളും അതുപോലെ മെഴുകുതിരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇത് താഴെ അതേപോലെ വയ്ക്കണോ, വീണ്ടും കൺഫ്യൂഷൻ അണയ്ക്കണോ എന്നുള്ള ഇതിൽ പിന്നെ മുറിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു ഇതുപോലെ കത്തിച്ച് തന്നെ എങ്ങനെ മുറിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ അണച്ചിട്ടാണ് റൂമിൽ കൊണ്ടുവച്ചത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ പാലും പഴമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.